ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ റെസിപ്പിയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ റെസിപ്പി നല്ല പഞ്ഞി പോലെ അല്ലെ പൂ പോലെയുള്ള സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി എങ്ങനെ തയ്യാറാക്കാം എന്നതാണ്. സൗത്ത് ഇന്ത്യയിൽ ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിലെ സ്റ്റാർ തന്നെയാണ് നമ്മുടെ ഇഡ്ഡലി. ഇന്ത്യയിൽ എല്ലായിടത്തും തന്നെ വളരെ പ്രിയപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ് ഇഡ്ഡലി. ഇനി ആരും ഇഡ്ഡലി സോഫ്റ്റ് ആയില്ല എന്ന് പറയല്ലേ, ഇതുമാതിരി ചെയ്ത് നോക്കൂ. തീർച്ചയായും നിങ്ങളുടെ ഇഡ്ഡലി സോഫ്റ്റ് ആകും. ചിലരെപ്പോഴും പരാതി പറയുന്നത് കേൾക്കാറുണ്ട്, ഇഡ്ഡലി പൊങ്ങിയില്ല, ഇഡ്ഡലി സോഫ്റ്റ് ആയില്ല, കല്ല് പോലെ ആയി എന്നൊക്കെ. ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള, എന്നാൽ ഒട്ടും കൊളസ്ട്രോൾ ഇല്ലാത്ത, ഡൈജസ്റ്റ് ചെയ്യാൻ വളരെ എളുപ്പമുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് ഇഡ്ഡലി. നമുക്ക് ടൂർ പോകുമ്പോൾ ഇഡ്ഡലി ഇലയിൽ പൊതിഞ്ഞ് അതിൻ്റെ കൂടെ ചട്നി അല്ലെങ്കിൽ ചട്നിപ്പൊടിയോ സാമ്പാറോ എല്ലാം കൂട്ടിയിട്ട് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും, ഇലയിൽ പൊതിഞ്ഞിട്ട് കൊണ്ടുപോയാൽ. അതേമാതിരി ജോലിക്ക് പോകുമ്പോഴൊക്കെ ഇലയിൽ പൊതിഞ്ഞാൽ വേറെ ഒരു ടേസ്റ്റാണ് ഇഡ്ഡലിക്ക്. ഇനി നമുക്ക് ഇതിനെന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ 2 കപ്പ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. പച്ചരിക്ക് പകരം നമുക്ക് ഇഡ്ഡലി റൈസും എടുക്കാവുന്നതാണ്. അത് കഴുകി വെള്ളത്തിൽ കുതിരാൻ വെക്കണം. പിന്നെ ഞാനിവിടെ എടുക്കുന്നത് ഒരു 3/4 കപ്പ് ഉഴുന്നാണ്. ഉഴുന്നും 1.5 ടീസ്പൂൺ ഉലുവയും. അതും ഇതുപോലെ തന്നെ നന്നായി വൃത്തിയായി കഴുകി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുതിരാൻ വെക്കണം കേട്ടോ. ഇതൊരു 5-6 മണിക്കൂർ കുതിരണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ 1 മണിക്കൂർ ഇത് ഫ്രിഡ്ജിൽ വെക്കുന്നത് നല്ലതാണ്. അതായത് അരക്കുമ്പോൾ ചൂടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അധികം ചൂടായി കഴിഞ്ഞാൽ ഇഡ്ഡലി മാവ് നന്നായി പൊന്തി വരില്ല. പിന്നെ നമ്മൾ ചേർക്കുന്നത് ഒരു 1/2 ഗ്ലാസ് ചോറാണ്. ചോറ് തണുത്തതും ഇതിലേക്ക് ചേർത്ത് അരച്ച് വെക്കണം. അതിൽ അരക്കുമ്പോൾ ഈ ഉഴുന്ന് പൊതിർത്ത വെള്ളം തന്നെ ഇതിന് ഉപയോഗിക്കണേ. അരി ഊറ്റിയെടുക്കാവുന്നതാണ്. അരച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, നമ്മൾ കൈ കൊണ്ട്, ഇപ്പം ഞാൻ തവി കൊണ്ടാണ് കയ്യിലുകൊണ്ടാണ് ഇളക്കുന്നത്. അത് കൈ കൊണ്ട് ഇളക്കണം നന്നായിട്ട്. കൈ കൊണ്ട് മാവ് കലക്കി വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ബാക്ടീരിയ പ്രവർത്തിച്ച് നല്ലതായിട്ട് ഫെർമെൻറ്റ് ചെയ്യും. നമ്മൾ ഇഡ്ഡലിക്കും ദോശക്കെല്ലാം അരച്ച് വെച്ചാൽ പിന്നെ തൈര് ഒഴിച്ച് വെച്ചാലൊക്കെ രാവിലെ എണീറ്റ് നമുക്കൊരു ജിജ്ഞാസ ആയിരിക്കും അല്ലേ, അരി നന്നായി പൊളിച്ച് പൊന്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ തൈര് കട്ടയായിട്ടുണ്ടോ എന്നൊക്കെ നോക്കാൻ. അതുപോലെ ഞാനും രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോഴേക്കും ഇത് നന്നായിട്ട് ഫെർമെൻ്റ് ആയിട്ടുണ്ട് കേട്ടോ. നല്ലോണം പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ല ഇഡ്ഡലി ആയിട്ട് തന്നെ കിട്ടും. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഒന്നുകൂടി നന്നായി ഇളക്കി വെച്ച് ഒരു 10-15 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് ഇഡ്ഡലിത്തട്ടിൽ ഇതൊഴിച്ച് ചുട്ടെടുക്കാവുന്നതാണ്. ആവി കയറ്റിയിട്ട് ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അതിനായിട്ട് നമ്മൾ ഇഡ്ഡലിത്തട്ടിൽ അല്പം വെളിച്ചെണ്ണ തടവിയിട്ടാണ് കേട്ടോ ഇഡ്ഡലി കൂട്ടൊഴിക്കുന്നത്. വെളിച്ചെണ്ണ തടവി വെള്ളം തിളക്കുമ്പോഴാണ് ഞാൻ എന്ത് ചെയ്യുക, ഇഡ്ഡലിത്തട്ടിലേക്ക് ഒഴിച്ചിട്ട് അത് പാത്രത്തിലെടുത്ത് വെക്കുന്നത്. അത് കഴിഞ്ഞ് അടച്ച് വെച്ച് നമ്മൾ വേവിക്കും, സ്റ്റീം ചെയ്യും. ഇവിടെ ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. അതായത് ഉഴുന്നും ഉലുവയും നമ്മൾ ആദ്യം അരച്ച് പാത്രത്തിലേക്ക് മാറ്റും. അതിന് ശേഷമാണ് അരി അരക്കുന്നത്. അരി അരച്ച് കഴിഞ്ഞിട്ടാണ് അതിലേക്ക് ചോറ് ചേർത്ത് അരക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് പാത്രത്തിൽ ഒഴിച്ച് നമ്മൾ മാവ് കലക്കുന്നത്. അങ്ങനെ നമ്മൾ ഇഡ്ഡലി തട്ടിലേക്ക് നമ്മൾ എണ്ണ പരട്ടുകയാണ് കേട്ടോ. അതിന് ഞാൻ വാഴയുടെ തണ്ടില്ലേ, വാഴയിലേൻ്റെ നടുക്കുള്ള തണ്ട് ഉപയോഗിച്ച് ബ്രഷ് പോലെ, വളരെ ഹെൽത്തിയാണത്. സിലിക്കൺ ബ്രഷിൻ്റെ ഒന്നും ആവശ്യമില്ല. അതിനെ കൊണ്ട് പരട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു മണം, ഒരു ഫ്ലേവർ ഉണ്ടാവും. അങ്ങനെ നോട്ടീസബിൾ ഫ്ലേവറൊന്നുമല്ല, എന്നാലും അത് ഹെൽത്തിയും കൂടിയാണ്. അങ്ങനെ നമ്മൾ അത് ചുട്ടെടുക്കും. ഇഡ്ഡലി മുഴുവൻ
സ്റ്റീം ചെയ്തെടുക്കുകയാണ് കേട്ടോ. എന്തൊക്കെ പറഞ്ഞാലും ചില സമയം നമുക്ക് ഇഡ്ഡലി മാവ് പൊന്തില്ല അല്ലേ. അപ്പോൾ നമ്മൾ ഒരു 6 മണി, വൈകുന്നേരം ഒരു 6 മണിയൊക്കെ ആകുമ്പോഴാണ് ഞാൻ സാധാരണ അരക്കാറ്. അത് കഴിഞ്ഞിട്ട് തണുപ്പ് കാലമാണെങ്കിൽ കുറച്ച് ഒരു 5 മണിക്കൊക്കെ അരക്കും. അല്ല ചൂടാണെങ്കിൽ 6-7 മണിക്കൊക്കെ അരച്ചാൽ നന്നായിട്ട് പൊങ്ങി വരും കേട്ടോ. ഞാനിതിപ്പം സ്റ്റീം ചെയ്യുന്നത് ഒരു 10 to ഒരു 15 മിനിറ്റ്സിന് ഉള്ളിൽ, 10 മിനിറ്റ് മതി, 10 മിനിറ്റ് 12 മിനിറ്റിനുള്ളിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കി, ഒന്ന് തൊട്ട് നോക്കിയാൽ അറിയാൻ പറ്റും, അല്ലെങ്കിൽ ഒന്ന് കുത്തി നോക്കിയാൽ അത് വെന്തിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റും. എന്നിട്ട് നമ്മൾ വെന്ത് കഴിഞ്ഞാൽ നമ്മൾ തീ ഓഫ് ചെയ്ത് നമ്മൾ ഈ ഇഡ്ഡലി തട്ട് പുറത്തേക്ക് എടുത്ത് വെച്ച് പ്ലേറ്റിലെടുത്ത് വെച്ച് അല്പം തിളപ്പിച്ചാറിയ വെള്ളം ഒന്ന് ജസ്റ്റ് കുടഞ്ഞു കൊടുക്കണം. അധികം കുടയരുത്, ജസ്റ്റ് ഒന്ന് കുടഞ്ഞു കൊടുത്താൽ നമ്മൾ ഇഡ്ഡലി ഉണങ്ങി വരണ്ട് പോവില്ല. അത് കഴിഞ്ഞ് ഒരു കുറച്ച് തണുത്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് ഇഡ്ഡലി ഒരു സ്പൂൺ എടുത്ത് നമുക്കതിനെ തട്ടിൽ നിന്നും മാറ്റി പാത്രത്തിലേക്ക് ആക്കാവുന്നതാണ്. നല്ല സോഫ്റ്റ് ഇഡ്ഡലിയാണ് കേട്ടോ. നമുക്ക് അത് ഇഡ്ഡലിപ്പൊടീൻ്റെ കൂടെയോ അല്ലെങ്കിൽ ചട്നി, ഗ്രീൻ ചട്നി അല്ലെങ്കിൽ റെഡ് ചട്നി അല്ലെങ്കിൽ തക്കാളി ചട്നി, ഇതൊക്കെ നമുക്ക് ഇതിന് മാച്ചാവുന്നതാണ്. പിന്നെ മാംഗ്ലൂരിൽ ഇത് ഗീ പൊടി ഇഡ്ഡലി ഉണ്ട്, അത് നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് നമുക്കൊരു പ്രാവശ്യം ആക്കി നോക്കണം. ഞാൻ ഇതുവരെ ആക്കിയിട്ടില്ല, അത് ഭയങ്കര ടേസ്റ്റാണ്. ഈ ഗീയിൽ ഇഡ്ഡലിപ്പൊടി ചേർത്തിട്ട് കഴിക്കുന്നത്. എനിക്ക് ഇഡ്ഡലി സാമ്പാറും ചട്നിയും രണ്ടും കൂടി കഴിക്കാനാണ് ഇഷ്ടം. അപ്പോൾ എല്ലാവരും ഇഡ്ഡലി ഉണ്ടാക്കി നോക്കുമല്ലോ. ഇനി ആരും ഇഡ്ഡലി സോഫ്റ്റ് ആയിട്ടില്ല എന്ന് പറയരുത്. എല്ലാവർക്കും അറിയാം ഇത് സാധാരണ ഒരു സംഭവമാണ്. പക്ഷേ എന്നാലും നമ്മൾ ആർക്കെങ്കിലും ഉപകാരമാവുന്നുണ്ടെങ്കിൽ ആയല്ലോ. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ വീണ്ടും കാണാം. ബൈ. എല്ലാവരും ഇതൊന്ന് കണ്ട്, കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ വീഡിയോ ഇടുന്നത്.